നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. നമ്മൾ അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളെല്ലാം ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവയെല്ലാം നമുക്ക് എത്രത്തോളം അറിയാമെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കാം. അതിനായി ആദ്യം തന്നെ ശരിയായ ഓർഡറിൽ സ്വരാക്ഷരങ്ങൾ ഒന്ന് എഴുതണം. അതിനുശേഷം ഓരോ സ്വരാക്ഷരങ്ങളുടെയും ചിഹ്നങ്ങൾ അതിനടുത്ത് ഒന്ന് എഴുതി സ്വയം ഒന്ന് വിലയിരുത്തി നോക്കാം. ആ എന്നത് എല്ലാ വ്യഞ്ജനങ്ങളുടെ കൂടെയും കേൾക്കുന്ന ശബ്ദമാണ്. റ, ന, ത, പ. ഇതിന്റെയൊക്കെ അവസാനം കേൾക്കുന്ന ശബ്ദം ആ തന്നെയാണ്. റ് പ്ലസ് ആ സമമാണ് റ. ന പ്ലസ് ആ സമമാണ് ന. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും ആ എന്ന ശബ്ദത്തോടു കൂടെയാണ് അവസാനിക്കുന്നത്. രണ്ട് വരയുടെ മുകളിലത്തെ വരയിൽ നിന്നും ഒന്ന് വളച്ചുകൊണ്ട് അടിയിലത്തെ വരയിലൂടെ തൊട്ട് ഇങ്ങനെ വളച്ചു വെച്ചാൽ ആ എന്നതിൻ്റെ ചിഹ്നമായി. അടുത്തത് ഈ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? അതിനായി രണ്ട് വരയുടെ മുകളിൽ നിന്ന് ഒരു റാ വരച്ചുകൊണ്ട് നേരെ താഴത്തെ വരയിൽ വന്ന് നിർത്തുന്ന രീതിയിൽ വരച്ചാൽ ഇ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമായി. ഇയെ നീട്ടി ഉച്ചരിക്കുന്ന ഈ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം നമ്മൾ എങ്ങനെയാ വരച്ചത്? അതിനായി രണ്ട് വരയുടെ മുകളിൽ നിന്നും ഒരു പൂജ്യം വരച്ചുകൊണ്ട് പൂജ്യത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ നീട്ടി താഴത്തെ വരയിൽ വന്ന് നിർത്തിയാൽ ഈ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമായി. ഉ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം നമ്മൾ എങ്ങനെയാ എഴുതിയ നോക്കാം. അതിനായി രണ്ട് വരയുടെ മുകളിലെ വരയിൽ നിന്ന് തന്നെ ആരംഭിക്കണം. താഴത്തെ വരയും കഴിഞ്ഞ് അതിന്റെ അടിയിലേക്ക് ഒരു പൂജ്യം വരച്ചാൽ ഉ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമായി. അടുത്തത് ഊ എന്ന് നീട്ടി ഉച്ചരിക്കുന്ന സ്വരാക്ഷരമാണ്. അതെങ്ങനെയാ നമ്മൾ വരച്ചത്? അതിനായി മുകളിലത്തെ വരയിൽ നിന്ന് തുടങ്ങണം. താഴത്തെ വരയും കഴിഞ്ഞ് ഒരു പൂജ്യം വരച്ചു. അതിൻ്റെ പുറത്തു കൂടെ ഒരു പൂജ്യം കൂടെ വരച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഊ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം വരച്ചത്. അടുത്തത് റ് എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെയാണെന്ന് ഓർത്ത് നോക്കാം. അതിനായി രണ്ട് വരയുടെ മുകളിലെ വരയിൽ നിന്ന് തന്നെ തുടങ്ങണം. താഴത്തെ വരയും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഒരു പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ റ് എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമായി. ഈയുടെ ചിഹ്നവും റുടെ ചിഹ്നവും നോക്കൂ. ഈ എന്ന ചിഹ്നം തല തിരിച്ചെഴുതിയ പോലെയല്ലേ റ് എന്നതിന്റെ ചിഹ്നം. റ് എന്ന ചിഹ്നവും നമുക്ക് എഴുതാൻ അറിയാം. അടുത്തത് നമുക്ക് എ എന്ന ചിഹ്നം നമ്മൾ എങ്ങനെ എഴുതിയെന്ന് നോക്കാം. അതിനായി പൂജ്യം എഴുതി ഒരു റാ വരയ്ക്കുകയാണ് ചെയ്തത് അല്ലേ. ഇപ്പോ എ എന്ന ചിഹ്നമായി. ഇനി എ എന്ന് നീട്ടി ഉച്ചരിക്കുന്ന എയുടെ ശബ്ദത്തിന്റെ ചിഹ്നം നോക്കാം. മുകളിലെ വരയിൽ നിന്ന് ഒരു പൂജ്യം എഴുതി സി വരയ്ക്കുന്ന പോലെ വളച്ച് ഇവിടെയും ഒരു പൂജ്യം ചേർത്ത് എയുടെ ചിഹ്നമാണ് നമ്മളിപ്പോൾ വരച്ചത്. ഇനി നമുക്ക് ഐ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം നോക്കാം. ഐ എന്ന സ്വരാക്ഷരത്തിൽ ആദ്യമുള്ളത് ഒരു എയുടെ ചിഹ്നമാണ്. ആ എയുടെ ചിഹ്നം നമ്മൾ ആദ്യം ഇട്ടുകൊടുത്തു. അതിനുശേഷം എ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഏതാണ്? ഈ ഒരു ചിഹ്നം അല്ലേ. ഇതേ ചിഹ്നം ഒരിക്കൽ കൂടെ ഇട്ടുകൊടുത്തു. അങ്ങനെയാണ് ഐ എന്നതിന് രണ്ട് എയുടെ ചിഹ്നം വന്നത്. ഐ എന്ന സ്വരാക്ഷരത്തിന് രണ്ട് എകളുടെ ചിഹ്നം ഇടാൻ മറക്കരുത്. നമുക്ക് ഇനി ഓയുടെ ചിഹ്നം വരച്ച് നോക്കാം. ഓയുടെ ചിഹ്നം വരയ്ക്കുന്നതിന് ആദ്യം എയുടെ ചിഹ്നമാണ് വരയ്ക്കേണ്ടത്. അതിനുശേഷം ഏത് അക്ഷരമാണെങ്കിൽ ആ അക്ഷരം എഴുതുക. ആയുടെ ചിഹ്നവും വരയ്ക്കുക. ഇപ്പോൾ ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമായി. ഇനി ഓ എന്ന് നീട്ടി ഉച്ചരിക്കുന്ന സ്വരാക്ഷരം എങ്ങനെയാണ് അതിന്റെ ചിഹ്നം എഴുതുക നോക്കാം. ആദ്യം എയുടെ ചിഹ്നമാണ് എഴുതേണ്ടത്. അതിനുശേഷം ആയുടെ ചിഹ്നവും കൂടെ വരച്ചു. അക്ഷരം എഴുതിയ ശേഷം ആയുടെ ചിഹ്നം കൂടെ വരച്ചു. ഇപ്പോ ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമായി. അടുത്തത് ഔ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമായിരുന്നു. ഔ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം എഴുതാനായി ഓയുടെ അടുത്ത് ഈ ഒരു ചിഹ്നം ചേർത്തിട്ടുണ്ട്. അതേ ചിഹ്നം തന്നെയാണ് നമുക്ക് ഔ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത്.
എങ്ങനെയായിരുന്നു? 2 വരയുടെ പകുതി വലുപ്പമുള്ള ഒരു നാ വരച്ച് നേരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോൾ നിർത്തുക. ഔ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമായി. അടുത്തത് അം എന്നതിന്റെ ചിഹ്നമാണ്. അം എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നത്തിൽ ഏത് അക്ഷരമാണ് എഴുതുന്നതെങ്കിൽ ആ ഒരു അക്ഷരം എഴുതുക. അതിന്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെയൊരു 0 കൂടെ ചേർത്താൽ അം എന്നതിന്റെ ചിഹ്നമായി. അടുത്തത് ആയുടെ കൂടെ വിസർഗം ചേർത്തിട്ടുള്ള അക്ഷരമാണ്. ഈ അക്ഷരം വരുന്ന വാക്കുകളൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. ഇതിന്റെ ചിഹ്നം വരുന്ന വാക്കുകളും നമ്മൾ എഴുതിയിട്ടില്ല. കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ വിസർഗം വരുന്ന വാക്കുകളായിട്ട് മലയാളത്തിലുള്ളൂ. സംസ്കൃതത്തിലാണ് വിസർഗം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആയുടെ അടുത്തിട്ടിട്ടുള്ള ഈ ഒരു വിസർഗം തന്നെയാണ് ഇവിടെയും ചേർക്കേണ്ടത്. ഈ മുകളിലത്തെ വരയിൽ തൊട്ടുകൊണ്ടൊരു ചെറിയ 0, താഴത്തെ വരയിൽ തൊട്ടുകൊണ്ടൊരു ചെറിയ 0. ഇതാണ് വിസർഗം. 15 സ്വരാക്ഷരങ്ങളാണുള്ളത്. അതിൽ 14 എണ്ണത്തിനും ചിഹ്നങ്ങളുണ്ട്. എഴുതിയ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളെല്ലാം ശരിയല്ലേ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കണം. കമന്റ് ബോക്സിൽ ഓരോരുത്തരും എത്ര എണ്ണം ശരിയാക്കി എന്നുള്ളത് ഒന്ന് എഴുതി അറിയിക്കാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. നമസ്കാരം.